ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ 13-ന് RTO ഓഫീസിലേക്ക് പ്രകടനവും ധർണയും നടത്തും. 18-ന് സംസ്ഥാന വ്യാപകമായി ഓട്ടോറിക്ഷ, ലൈറ്റ് മോട്ടോർ വാഹന പണിമുടക്ക് നടത്തും. 17-ന് ജില്ലാ കേന്ദ്രങ്ങളിലും പന്തം കൊളുത്തി പ്രകടനവും നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. മീറ്റർ പ്രവർത്തിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കണമെന്ന ഗതാഗത കമ്മീഷണറുടെ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമരത്തിലേക്ക് കടക്കുന്നത്. 13-ന് ഇടുക്കി RTO ഓഫീസിലും അടിമാലി, തൊടുപുഴ, പീരുമേട്, നെടുങ്കണ്ടം ജോയിന്റ് RTO ഓഫീസുകളിലേക്കും യൂണിയൻ പ്രകടനവും ധർണയും നടത്തും. കഴിഞ്ഞ ഇടയിൽ ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവ് ഓട്ടോറിക്ഷയിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കണമെന്ന ഉത്തരവാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ ഉത്തരവിൽ വലിയ പ്രതിഷേധമാണ് തൊഴിലാളികളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. തൊഴിലാളി നേതൃത്വത്തിൻ്റെ ഭാഗമായി എല്ലാവരും കൂടിയാലോചിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 6-ാം തീയതി INTUC-യുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജ മാട്ടുകാരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കൂടിയെടുത്ത തീരുമാനമാണ് ഞങ്ങൾ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ കമ്മീഷണർ ഉത്തരവ് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല, അത് തള്ളിക്കളയാം. കാരണം അങ്ങനെ ഒരു സ്റ്റിക്കർ പതിച്ചുകൊണ്ട് മീറ്റർ ഏതെങ്കിലും രൂപത്തിൽ കേടാകുന്ന സന്ദർഭത്തിൽ വെച്ച് യാത്രക്കാരൻ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം അയാൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാമെന്നും അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഇറങ്ങി കഴിയുമ്പോൾ ടാറ്റ പറഞ്ഞ് പോയാൽ മതിയെന്നാണ് ആ സ്റ്റിക്കറിൻ്റെ ആകെയുള്ള ഒരു സാരാംശം. ഇത് ഒരിക്കലും ഈ ഒരു മേഖലയിലെ തൊഴിലാളികളിൽ ആർക്കും ഒരു ജനതയ്ക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഇടപെടണം എന്നെനിക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചർച്ചയ്ക്ക് 10-ാം തീയതി വിളിച്ചിട്ടുണ്ട്. പക്ഷേ വിളിച്ചിരിക്കുന്ന ചർച്ചയൊക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇതെല്ലാം തൊഴിലാളികൾക്ക് അനുകൂലമായി നടക്കുമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. 18-ന് സംസ്ഥാന വ്യാപകമായി ഓട്ടോറിക്ഷ, ലൈറ്റ് മോട്ടോർ വാഹന പണിമുടക്ക് നടത്തും. 17-ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പന്തം കൊളുത്തി പ്രകടനവും നടത്തും. അങ്ങേയറ്റം കേരളമെമ്പാടും ജില്ലാ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിൽ RTO ഓഫീസുകളിലേക്ക് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി വരിക. സംസ്ഥാന തലത്തിൽ തന്നെ ഐക്യ ട്രേഡ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ ഒരു സമര പരിപാടികൾ ആലോചിച്ചതിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ഈ 13-ാം തീയതി നടക്കുന്ന 5 കേന്ദ്രങ്ങളിൽ നടക്കുന്ന തൊഴിലാളികളെ വൻപിച്ച പങ്കാളിത്തത്തോടു കൂടി തന്നെ നടത്തുന്ന പ്രതിഷേധ മാർച്ചും ധർണയുടെ ഭാഗമായിട്ട് 9-ാം തീയതി മേഖലാ അടിസ്ഥാനത്തിൽ ആ യോഗം നടക്കുന്ന മേഖലാ അടിസ്ഥാനത്തിൽ ഒരു സ്വാഗത സംഘം വിളിച്ചുകൊണ്ടു ഈ 13-ാം തീയതി നടക്കുന്ന ധർണയിലും പണിമുടക്കിലും മുഴുവൻ തൊഴിലാളികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് സംയുക്ത ഐക്യ ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാർ പറയുവാനുള്ളത്. മീറ്റർ പ്രവർത്തിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്ര അനുവദിച്ച് സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന ഉത്തരവ് നിയമവിരുദ്ധവും സർക്കാർ ഉത്തരവുകളുടെ ലംഘനവുമാണ്. ഇന്ധന സ്പെയർ പാർട്സ് വില വർധനയിൽ നട്ടം തിരിയുന്ന തൊഴിലാളികൾക്ക് മേൽ ഉത്തരവ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന വ്യാപകമായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനമനുസരിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും 15-ാം തീയതിയാണ് RTO ഓഫീസുകളിലേക്കും അതുപോലെ തന്നെ സബ് കമ്മിറ്റി ഓഫീസുകളിലേക്കുമുള്ള ധർണകൾ നടത്തുന്നത്. പക്ഷേ ഇടുക്കി ജില്ലയിൽ പ്രത്യേകമായിട്ടൊരു സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ ഇന്നലെ കൂടിയ യോഗ തീരുമാനമനുസരിച്ച് 13-ാം തീയതിയാണ് ധർണയും പ്രകടനവും നടത്തുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഏതൊരാവശ്യത്തിനും ഏത് ടൗണിലാണെങ്കിലും അടിയന്തരമായി ഓടിയെത്തുന്ന പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ഓട്ടോയിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കഴിയുമ്പോൾ സാധാരണ ജനങ്ങളുമായിട്ട് വലിയ ഒരു പ്രശ്നമുണ്ടാകും. സൗഹൃദത്തിൽ പോകുന്ന അന്തരീക്ഷം അത് വലിയ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം. പക്ഷെ അതിനെ എതിർത്തുകൊണ്ടാണ് സംയുക്തമായിട്ട് ട്രേഡ് യൂണിയനുകൾ രംഗത്ത് വന്നിരിക്കുന്നത്. തൊഴിലാളി
വ്യക്തിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഈ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷനും ഇത് തിരിച്ചറിയുകയും ഇവിടെയുള്ള തൊഴിലാളികൾക്ക് അന്തസ്സായി തൊഴിലെടുത്ത് ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കമ്മീഷനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. വിവിധ യൂണിയൻ നേതാക്കളായ MC ബിജു, രാജു ബേബി, KC സിനീഷ് കുമാർ, ഷാജി മാത്യു, മനു കെ ജോൺ, KC ബിജു, KD മോഹനൻ, PP ഷാജി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ് എന്നും സ്വന്തം.